സംസ്ഥാനത്ത് നാശം വിതച്ച കാലവർഷം തുടരുന്നു. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നടത്തറ ഭവൻ സ്കൂളിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. തലനാരിഴക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. കണ്ണൂരിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. കോഴിക്കോടും തിരുവനന്തപുരത്തും മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടായി. ഇടുക്കി രാജാക്കാട് പുന്ന സിറ്റിയിൽ വൻമരം വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് മഴജന്യ രോഗങ്ങൾ കൂടുന്നതും ആശങ്ക ഉയർത്തുകയാണ്. അതേസമയം തൃശൂരിലുണ്ടായത് ചുഴലിയല്ലെന്നും ഗസ്നാഡോ പ്രതിഭാസമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. തൃശൂരിലെ വിവിധയിടങ്ങളിലാണ് പരിഭ്രാന്തി സൃഷ്ടിച്ച് മിന്നൽ ചുഴലി വീശിയടിച്ചത്. വില്ലടം, വിൽവട്ടം, ചേറൂർ മേഖലകളിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായി. പൂച്ചട്ടി ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. രാവിലെ 9 മണിയോടെയാണ് ചുഴലി ഉണ്ടായത്. സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. വൻമരങ്ങൾ മറിഞ്ഞു വീണ് സ്കൂൾ പാർക്കിംഗിൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിമിഷാർദ്ധം കൊണ്ടുണ്ടായ കെടുതിയുടെ ആഘാതം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിട്ടുമാറിയിട്ടില്ല. കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ്റ് ശക്തിയായത്. ഞങ്ങളുടെ വണ്ടി സെക്കൻഡ് റോലായിരുന്നു. ഫസ്റ്റ് റോലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ അപകടമായേനെ. കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചു. ആ വളിക്കൂടത്തെ കൊണ്ടുവന്നു ചേച്ചി കൊണ്ടുവരുമ്പോൾ അങ്ങനെ വിളുന്നത്. അപ്പം ആ ബാഗ് വരുമ്പോഴേ അത് ഇവിടെ വന്ന് നിന്നു. അപ്പം എല്ലാത്തിനും ഉള്ളിൽ എല്ലാം അണിച്ചാക്കിയിട്ടുണ്ട്. കറണ്ട് പോയി. അങ്ങനെ തന്നെ ഞങ്ങൾ അയ്യോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഭയങ്കര കാറ്റും ബഹളമായി. എനിക്ക് മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊരു സമാധാനം മാത്രമേ സത്യം. ശക്തമായ കാറ്റിൽ വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണതോടെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മരങ്ങൾ വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് കെട്ടിടം പതിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തളാപ്പ് LIC ഓഫീസിന് സമീപം രാവിലെ 9:20ഓടെയായിരുന്നു അപകടം. സർവീസ് സെന്ററിനോട് ചേർന്ന കെട്ടിടത്തിന്റെ പിറകുവശമാണ് തകർന്നത്. സർവീസ് സെന്ററിൽ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികൾ ഇവിടെ താമസിക്കാറുണ്ടെങ്കിലും സംഭവ സമയം ഇവർ പുറത്തായിരുന്നു. കെട്ടിടവും അതിലും ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾ സംഭവസ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇവർ മാറി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നമ്മുടെ സ്വകാര്യ വ്യക്തികൾ അവരെ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുമ്പോൾ അവർ നേരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയാണ്. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ പല കെട്ടിടങ്ങളും മതിലുകളും ഇങ്ങനെ സ്റ്റേ പോയിട്ട് കിടക്കുമ്പോൾ കോർപ്പറേഷൻ നിസ്സഹായത മാത്രമാണ് ഉള്ളത്. കോഴിക്കോടും തിരുവനന്തപുരത്തും വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടമുണ്ടായി. കോഴിക്കോട് തോട്ടുമുക്കത്ത് കിഴക്കേ പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ചുറ്റുമതിലാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇടിഞ്ഞത്. ഏറെ നേരം പെയ്ത മഴയിൽ മണ്ണ് കുതിർന്നതാണ് മതിലിടിയാൻ കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം മുടവൻ മുകളിൽ വാട്ടർ അതോറിറ്റിയുടെ മതിലാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. 18 അടിയോളം ഉയരമുള്ള മതിലാണ് പുലർച്ചെ 4 മണിയോടെ ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ഞാൻ 4 മണിക്ക് എഴുച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കാണാം ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. ഞാൻ സമയം നോക്കിയപ്പോൾ 4:30 മണിയായി. 4 മണിക്ക് കഞ്ഞി വയ്ക്കും, ജോലിക്കൊക്കെ പോകണോണ്ട് കഞ്ഞി വെച്ചു. പക്ഷെ അന്ന് ഈ ഇന്നലെ മഴ ആയതുകൊണ്ട് മഴയും കാറ്റും ആയതുകൊണ്ട് അവിടെ കഞ്ഞി വെച്ചില്ല. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ ചത്തന്നെ. ഇടുക്കി രാജാക്കാട് പുന്ന സിറ്റിയിൽ വൻമരം റോഡിലേക്ക് വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നെടുങ്കണ്ടത്ത് നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു മാറ്റി. ശക്തമായ മഴയിൽ കാസർഗോഡ് പൊയിനാച്ചി ബന്തുടുക്ക പാതയിൽ വിള്ളൽ രൂപപ്പെട്ടു. 50 മീറ്റർ നീളത്തിലാണ് വിള്ളലുണ്ടായത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വാഹനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകി. മഴ കനത്തതോടെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷത്തോടൊപ്പം മഴജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നതിലും ആശങ്ക ഉയരുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.